ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത്. പക്ഷേ അയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നറിയുന്നു. അയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ മരിച്ച ആളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? രേണുക, മൃതദേഹം ഇപ്പോൾ ഉള്ളത് തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന മൻസൂർ എന്നയാൾക്ക് ആനയെ കണ്ട് പേടിച്ചുള്ള ഓട്ടത്തിനിടയിലാണെന്ന് കരുതുന്നു. പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ തൊടുപുഴയിലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരിക്ക് ഗുരുതരം അല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടാതെ ഈ മേഖലയിൽ മുള്ളരിങ്ങാട് അമേൽത്തൊട്ടി എന്ന് പറയുന്ന പ്രദേശം ഈ വനത്തിനോട് ചേർന്നൊരു പ്രദേശമാണെങ്കിലും ഇവിടം ജനവാസ മേഖല തന്നെയാണ്. ഈ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ഒരു ഏകദേശം 2-3 ആഴ്ചയോളമായി 6-7 ആനകൾ കൂട്ടത്തോടെ ഈ മേഖലയിൽ തമ്പടിച്ചിരുന്നതായാണ് ഇപ്പോൾ പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞത്. ഈ മേഖലയിൽ കുറച്ച് ആനകൾ തമ്പടിച്ചിരുന്നു. ഈ നാട്ടുകാർ തന്നെ ഒരു 60ഓളം വരുന്ന ചെറുപ്പക്കാർ തന്നെ രാപ്പകലില്ലാതെ ഈ ആനയെ നിരീക്ഷിക്കുന്നതിനും മറ്റുമായി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇവർ തന്നെ കുറച്ച് ആനകളെ അപ്പുറവശത്തേക്ക്, അതായത് ഈ വനത്തിന്റെ മറുവശത്തേക്ക് ഓടിച്ചു വിട്ടു. എന്നാൽ 2 ആനകൾ ഈ മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ ആനകളിൽ ഒന്നാവാം ഇത്തരത്തിൽ ഇന്നൊരു ഗുരുതരമായ ഈ ഒരു സംഭവം ഈ അമറിലാഹിയെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിയെന്നാണ് നമ്മൾ കരുതുന്നത്. ഈ 2 ആനകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ അമറിലാഹി എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയുടെ കുടുംബം ഒരു നിർധന കുടുംബമാണ്. ഇവർ പശുവിനെ മേച്ചും മറ്റുമാണ് ഇവർ ഉപജീവനം കണ്ടെത്തിയിരുന്നതെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ ഇത്തരത്തിൽ പശുവിനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചതിനു ശേഷം തിരികെ അയച്ചു കൊണ്ടുവരുമ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം നടന്നത്. ഈ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനക്കൂട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് അമറിലാഹിയെ കൊലപ്പെടുത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിലൊരു ദാരുണ സംഭവം തന്നെയാണ് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഒട്ടാകെ തന്നെ വ്യാപകമായി ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണം ഈ അടുത്ത നാളുകളിൽ ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും അധികൃതർ പലരും ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഫലപ്രദമാകുന്നില്ലെന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ മേഖലയിൽ നേരത്തെയും കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവയുടെ ഭീഷണി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കൃത്യമായി വനവകുപ്പ് അധികൃതരെ ഉൾപ്പെടെ അറിയിച്ചിരുന്നെങ്കിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ തമ്പടിച്ചിരുന്ന ആനക്കൂട്ടങ്ങളെ തുരത്തുവാനോ മറ്റു കാര്യങ്ങൾക്കോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും വന്നിട്ടില്ല. ഈ മേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തമ്പടിച്ചാണ് ഈ ആനയെ തുരത്തുന്ന ഒരു നടപടിയിലേക്ക് എത്തിയത്. ഇതിൽ ബാക്കി പോവാതെ ഉൾക്കാട്ടിലേക്ക് പോവാതെ നിന്ന 2 ആനകൾ ഈ മേഖലയിൽ ഭീതി വിതച്ചിരുന്നു. കൃഷിയിടങ്ങൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. ആ ആനകളിൽ ഒന്നാണ് ഉച്ച കഴിഞ്ഞ് ഈ പശുവിനെ അഴിക്കാൻ പോയ അമറിലാഹിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രദേശവാസികളും നാട്ടുകാരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ അമറിലാഹിയുടെ മൃതദേഹം തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിലുണ്ട്. പ്രദേശവാസികൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വ്യാപകമായ ഒരു പ്രതിഷേധം ഉയർന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിൽ ശക്തമായ ഒരു പ്രതിഷേധമാണുള്ളത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. രേണുക, തീർച്ചയായും എന്തായാലും 22കാരന്റെ മരണം ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവം. ഇടുക്കിയിൽ വ്യാപകമായി കാട്ടാന ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിൽ മൂന്നാറിലും മറയൂരിലും ഒക്കെ അത്തരം സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത് ഒരു 22കാരന്റെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിൽ ഉയരുന്നു. ഫെൻസിംഗ് ഉൾപ്പെടെ അതിലെ ക്രമക്കേടുകളൊക്കെ ചൂണ്ടിക്കാട്ടുകയാണ് ജനങ്ങൾ. പക്ഷേ വലിയ രീതിയിൽ ഒരു വ്യാപകമായ ഒരു പ്രതിഷേധമായത് മാറിയിട്ടില്ല എന്നതും സാഗർ സൂചിപ്പിക്കുന്നുണ്ട്. നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ ഭീതിയിലായിരുന്നു. കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന്റെ ഭീതി ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. 22കാരനും കൂട്ടുകാരനും ഒപ്പമാണ് പശുവിനെ അഴിക്കാനായി തേക്കിൻകൂപ്പിലേക്ക് പോയത്. അവിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാവുകയും ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. സാഗർ, നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവിടെ സ്ഥലത്ത് കാട്ടാനക്കൂട്ടമുണ്ടായിരുന്നു, ആളുകൾ ആ രീതിയിൽ ഭയത്തിലായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ അതിലൊരു ആനയാണ് ആക്രമിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. കാട്ടാനക്കൂട്ടം ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ആളുകൾ വലിയ രീതിയിൽ ഭയപ്പാടിലാകും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടോ സ്ഥലത്ത്? കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ സ്ഥലത്ത് പരിശോധനകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ആനക്കൂട്ടം ഈ മേഖലയിൽ തമ്പടിച്ചിരുന്നതായി ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞത്. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് നാട്ടുകാർ ഇത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു 8 ആനയോളം
ഈ മേഖലയിൽ ഈ ജനവാസ മേഖല ആണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വനപ്രദേശത്തിനോട് അടുത്തൊരു പ്രദേശമാണ്. കൂപ്പ് ആണ് ഈ വനപ്രദേശമാണ്. ഈ വീടുകളോട് ചേർന്നെല്ലാം തന്നെ ജനവാസ മേഖല ആണെങ്കിൽ തന്നെയും കാടിനോട് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ് ഇവിടം ഈ മുള്ളരിങ്ങാട് മേഖല എന്ന് പറയുന്നത്. ഇവിടെ ഈ തരത്തില് ഈ ആനകൾ അവിടെ കൂട്ടത്തോട് തമ്പടിച്ചിരുന്ന ഒരു കാര്യം ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വിവരം അറിയിച്ചു. എന്നാൽ ഇവരിടയ്ക്ക് വന്ന് പരിശോധന നടത്തി തിരിച്ചു പോകുന്നല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ ഈ ആനയെ തുരത്തുവാൻ വേണ്ടി തന്നെ ഈ പ്രദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂട്ടം കൂടി ഇന്ന് രാവും പകലുമില്ലാതെ ആനയെ തുരത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അത്തരത്തിൽ ഒരു 6 ആനയോളം കാട്ടിലേക്ക് തിരികെ പോയതായാണ് നാട്ടുകാർ പറയുന്നത്. ബാക്കി ഒരു 2 ആന ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരുന്നു. ഈ ആനയാണ് ഇതിലൊരാനയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിവാവുന്നത്. എന്തായാലും ഈ മേഖലയിൽ കാട്ടാനകളുടെ ഉൾപ്പെടെയുള്ള ഭീഷണി ഈ നാട്ടുകാർക്ക് ഉൾപ്പെടെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ഭീഷണി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. ഈ വന്യമൃഗങ്ങളുടെ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മിക്കയിടങ്ങളിലും തന്നെ ഉള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ ലോ റേഞ്ച് മേഖലയായ തൊടുപുഴയ്ക്ക് അടുത്താണ് ഈ മുള്ളരിങ്ങാട് മേഖല എന്നുള്ളതിനാൽ തന്നെ ലോ റേഞ്ച് മേഖലയിൽ അത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഇതുവരെ അത്തരത്തിലൊരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജില്ലയുടെ ഹൈറേഞ്ച് മേഖലകളിൽ പലയിടത്തും ഇത്തരത്തിൽ കാട്ടാനാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും താഴെ ഭാഗമായ തൊടുപുഴയ്ക്കടുത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞുണ്ടായ ഒരു സംഭവം ദാരുണ സംഭവം കാര്യം തന്നെയാണ്. ഡിഗ്രി വിദ്യാർത്ഥിയാണ് ഇന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ച ഈ ആൾ. കൂടെ ഉണ്ടായിരുന്ന മൻസൂർ എന്ന ആളെ പരിക്കുകളോടെ തൊടുപുഴയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ പശുവിനെ അഴിച്ചുകൊണ്ട് വരുവാൻ വേണ്ടി കാട്ടിലേക്ക് പോയത്. പശുവിനെ അഴിച്ച് തിരികെ വരുമ്പോഴായിരുന്നു ഈ സംഭവം. ഇവർ ആനയെ കണ്ടില്ല, തൊട്ടു മുമ്പിൽ നിന്ന് ആനയെ കണ്ടില്ലെന്നാണ് ഈ കൂടെ ഉണ്ടായിരുന്ന, അതായത് ആശുപത്രിയിൽ ഇവർ എത്തിക്കാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ആനയെ പെട്ടെന്ന് മുമ്പിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ പ്രദേശവാസികളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടുക്കി മുള്ളരിങ്ങാടാണ് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കിൻ കൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു കാട്ടാനയെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആളുകൾ പരാതിപ്പെട്ടിരുന്നതാണ്. ആ കാട്ടാനക്കൂട്ടത്തിൽ പെട്ട ആന തന്നെയാണ് ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു, നിസ്സാര പരിക്കുകളോടെ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ മൃതദേഹം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നു.